ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഫാസ്റ്റ് ഫുട്ബോൾ ടോക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2026 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ മത്സരത്തിലെ അവസാന മത്സരങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് സെമി ഫൈനൽ മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. സെമി ഫൈനൽ മത്സരത്തിലെ രണ്ടാമത്തെ മത്സരത്തിൽ ഇന്ന് ഇംഗ്ലണ്ടും അർജന്റീനയും തമ്മിൽ മത്സരിക്കുകയാണ്. UAE സമയം രാത്രി 11 മണിക്കാണ് ഈ മത്സരം നടക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ വർഷത്തെ അതായത് നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയും ശക്തരായ ഇംഗ്ലണ്ടും തമ്മിലാണ് മത്സരം നടക്കുന്നത്. നമുക്കറിയാം, ഈ വേൾഡ് കപ്പിൽ ഫിഫ റാങ്കിങ്ങിൽ ആദ്യ 4 സ്ഥാനത്തുള്ള ടീമുകൾ ഒരുമിച്ച് സെമി ഫൈനലിൽ എത്തിയ ഒരു വേൾഡ് കപ്പ് കൂടി ആവുന്നു ഈ മത്സരം. അർജന്റീന 2ാം സ്ഥാനത്താണ് നിൽക്കുന്നത്, അതേസമയം ഇംഗ്ലണ്ട് 4ാം സ്ഥാനത്ത് നിൽക്കുന്നു. 2ാം സ്ഥാനത്തുള്ള അർജന്റീനയും അതുപോലെ ഇംഗ്ലണ്ടും തമ്മിലാണ് മത്സരം നടക്കുന്നത്. നമുക്കറിയാം, ഇരു ടീമുകളും ശക്തമായ മത്സരങ്ങൾ അഥവാ ശക്തമായ മത്സരങ്ങൾ നടത്തിക്കൊണ്ട് തന്നെയാണ് സെമി ഫൈനലിലേക്ക് എത്തിയിട്ടുള്ളത്. നമുക്കറിയാം, അർജന്റീനയാണെങ്കിൽ ഈജിപ്തിനോടും കേപ്പ് വെർദയോടും അതുപോലെ സ്വിറ്റ്സർലൻഡിനോടും ഒക്കെ നടത്തിയ മത്സരങ്ങൾ, പ്രത്യേകിച്ച് ഈജിപ്തിനോട് 2 ഗോളുകൾക്ക് പിന്നിൽ നിന്ന ശേഷം 78ാം മിനിറ്റ് വരെ 2 ഗോളുകൾക്ക് പിന്നിൽ നിന്ന ശേഷം ശക്തമായ തിരിച്ചടി നൽകിക്കൊണ്ട്, അത് 3 ഗോൾ തിരിച്ചടിച്ചുകൊണ്ടാണ് അവർ ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറിയത്. സ്വിറ്റ്സർലൻഡിനെതിരെയും ശക്തമായ ഒരു മത്സരം നടത്തിക്കൊണ്ട് തന്നെയാണ് അവർ മുന്നോട്ട് വന്നിട്ടുള്ളത്. അതേസമയം ഇംഗ്ലണ്ട് ആണെങ്കിൽ ക്വാർട്ടർ ഫൈനലിൽ നോർവേയെ 1-2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിക്കൊണ്ടാണ് മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇരു ടീമുകളും ശക്തമായ മത്സരങ്ങളാണ് ഈ വേൾഡ് കപ്പിലുടനീളം നടത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ വേൾഡ് കപ്പിൽ 8 ഗോളുമായിട്ട് കിലിയൻ എംബാപ്പയോടൊപ്പം ലയണൽ മെസ്സി ടോപ്പ് സ്കോറർ പദവി കൈകാര്യം ചെയ്യുമ്പോൾ, ഇംഗ്ലണ്ടിനാണെങ്കിൽ ഹാരി കെയ്ൻ 7 ഗോളോടുകൂടെ തന്നെ തൊട്ട് പിന്നാലെയുണ്ട്. അതുപോലെ ജൂഡ് ബെല്ലിംഗം 5 ഗോളുകളുമായിട്ട് ഹാരി കെയ്ന് തൊട്ടുപിറകെ തന്നെയുണ്ട്. അപ്പോൾ ഇരു ടീമുകളും ശക്തമായ ഒരു ടീമായതിനാൽ വാശിയേറിയ വളരെ ശക്തമായ ഒരു മത്സരം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഇരു ടീമുകളും തമ്മിലുള്ള മത്സരത്തിനായി. ഇരു ടീമുകളും പരസ്പരം കളിച്ച അവസാന 5 മത്സരങ്ങളുടെ റിസൾട്ട് എടുക്കുകയാണെങ്കിൽ, ഇരു ടീമുകളും അവസാനമായി മത്സരിച്ച 5 മത്സരങ്ങളിൽ 2 മത്സരങ്ങൾ വീതം ഇരു ടീമുകളും വിജയിക്കുകയും 1 മത്സരം സമനിലയിൽ അവസാനിക്കുകയും ചെയ്തു. അവസാനം കളിച്ച 2 മത്സരങ്ങളിൽ വിജയം നേടിയിട്ടുള്ളത് ഇംഗ്ലണ്ടാണ്. ഇനി ഇരു ടീമുകളുടെയും അവസാന 5 മത്സരങ്ങളുടെ ഫലങ്ങൾ എടുക്കുകയാണെങ്കിൽ, അർജന്റീന അവസാനം കളിച്ച 5 മത്സരങ്ങളും വിജയിച്ചുകൊണ്ടാണ് മുന്നോട്ട് വന്നിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വേൾഡ് കപ്പിൽ 1 മത്സരങ്ങളും പരാജയപ്പെടുകയോ അല്ലെങ്കിൽ സമനിലയിൽ അവസാനിക്കുകയോ ചെയ്യാതെയാണ് അർജന്റീന ഇതുവരെ മുന്നോട്ട് വന്നിട്ടുള്ളത്. അതേസമയം ഇംഗ്ലണ്ടാണെങ്കിൽ അവസാനം മത്സരിച്ച 5 മത്സരങ്ങളിൽ 1 മത്സരം സമനിലയിൽ അവസാനിക്കുകയും ബാക്കിയുള്ള 4 മത്സരങ്ങളിൽ വിജയവുമായിട്ടാണ് അവർ മുന്നോട്ട് വന്നിട്ടുള്ളത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം.